സ്റ്റാൻഡേർഡിലെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വോളിയം ആൻഡ് ടെമ്പറേച്ചർ, അതായത് വ്യാപ്തവും താപനിലയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബന്ധത്തെക്കുറിച്ചാണ്. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് us do an experiment. നമുക്കൊരു പരീക്ഷണം ചെയ്യാം. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പരീക്ഷണം? ടേക്ക് എ ഡ്രൈ ബോട്ടിൽ ഹാവിങ് എ റബ്ബർ സ്റ്റോപ്പർ. ഫിക്സ് ആൻ എംപ്റ്റി റീഫിൽ ത്രൂ ദി റബ്ബർ സ്റ്റോപ്പർ. അതെന്താ പറഞ്ഞിരിക്കുന്നത്? റബ്ബർ അടപ്പുള്ള ഒരു ഈർപ്പരഹിതമായ ഒരു കുപ്പി, അതായത് ഇഞ്ചക്ഷൻ മരുന്നിൻ്റെ ഒരു കുപ്പി എടുക്കുക. റബ്ബർ അടപ്പുള്ള എന്താ പറയുക, ഡ്രൈ ബോട്ടിൽ, ഈർപ്പൊന്നും ഇല്ലാത്തൊരു ബോട്ടിൽ നമ്മൾ എടുക്കുക. ഫിക്സ് ആൻ എംപ്റ്റി റീഫിൽ ത്രൂ ദ റബ്ബർ സ്റ്റോപ്പർ. റബ്ബർ അടപ്പിൽ കാലിയായിട്ടുള്ളൊരു റീഫിൽ ട്യൂബ് ഉറപ്പിച്ച് നിർത്തുക. അതായത് ഒരു എംപ്റ്റി ആയിട്ടുള്ള കാലിയായിട്ടുള്ളൊരു റീഫിൽ നമ്മൾ റബ്ബർ സ്റ്റോപ്പറിൻ്റെ മുകളിൽ റബ്ബർ അടപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പിച്ച് നിർത്തുക. എന്നിട്ട് നമ്മളെന്താ പറയുന്നത്? ഫിൽ എ ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഇൻ ദി ലോവർ എൻഡ് ഓഫ് ദ റീഫിൽ ട്യൂബ്. അതായത് റീഫിൽ ട്യൂബിൻ്റെ താഴെ അഗ്രത്തിൽ ഒരു തുള്ളി മഷി കയറ്റുക. ഒരു തുള്ളി മഷി റീഫിൽ ട്യൂബിൻ്റെ താഴെ അഗ്രത്തിൽ ഒരു തുള്ളി മഷി കയറ്റിയതിന് ശേഷം കുപ്പി എന്ത് ചെയ്യുക, അടയ്ക്കുക. Fill a drop of ink in the lower end of the refill tube, then close the bottle. നമ്മൾ കുപ്പി അടയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിപ്പ് ദിസ് അറേഞ്ച്മെൻറ്റ് ഇൻ ലൂക്ക് വാം വാട്ടർ. ഈ സജ്ജീകരണത്തെ നമ്മളൊരു ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് റബ്ബർ അടപ്പുള്ള ഒരു ഈർപ്പരഹിതമായ ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ റബ്ബർ അടപ്പിൽ നമ്മളൊരു കാലിയായ റീഫിൽ ട്യൂബ് ഉറപ്പിച്ച് നിർത്തുക. ട്യൂബിൻ്റെ താഴെ അഗ്രത്തിൽ ഒരു തുള്ളി മഷി കയറ്റിയിട്ട് നമ്മൾ കുപ്പി അടയ്ക്കുക. ഈ സജ്ജീകരണത്തെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക. മുക്കി നോക്കുക. നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? വാട്ട് ഡു യു ഒബ്സർവ്? നമ്മൾ എന്താണ് നിരീക്ഷിക്കുന്നത്? നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നത് എന്താണ്? ദ ഇങ്ക് ഡ്രോപ്പ് റൈസസ് വെൻ ദി ബോട്ടിൽ പ്ലേസ്ഡ് ഇൻ വാം വാട്ടർ. അതായത് ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ മുക്കിയ സമയത്ത് റീഫിൽ ട്യൂബിലുള്ള മഷി എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഉയരുന്നു. ട്യൂബിലൂടെ മഷി മുകളിലേക്ക് ഉയരുന്നു. ദ ഇങ്ക് ഡ്രോപ്സ് റൈസസ് when the bottle placed in warm water. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് കഴിഞ്ഞിട്ട് കുപ്പി നമ്മൾ എന്ത് ചെയ്യുക? പുറത്തെടുക്കുക. കുപ്പി പുറത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം വാട്ട് ഡിഡ് യു ഒബ്സർവ് ഓൺ കൂളിംഗ് ദ ബോട്ടിൽ ആഫ്റ്റർ ടേക്കിംഗ് ഇറ്റ് ഔട്ട്? വൈ? കുപ്പി പുറത്തെടുത്ത് തണുക്കാൻ അനുവദിച്ചാൽ നമുക്ക് എന്ത് നിരീക്ഷണമാണ് എന്താണ് നമ്മൾ കാണുന്നത്? അതായത് കുറച്ച് നേരം കുപ്പി എടുത്ത് പുറത്ത് നന്നായിട്ട് കൂള് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ കൂള് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഐസ് വാട്ടറിലേക്ക് വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഒബ്സർവേഷനാണ് കാണാൻ പറ്റുന്നത്? ദ ഇങ്ക് ഡ്രോപ്പ് മൂവ്സ് ഇൻ ടു മൂവ്സ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. അതായത് താഴേക്ക് തന്നെ മുകളിലോട്ട് ഉയർന്ന് ഇങ്ക് താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ക് ഡ്രോപ്പ് എന്ത് ചെയ്യുന്നു? മൂവ്സ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഇങ്ക് ഡ്രോപ്പ് മൂവ്സ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ വെൻ ദി ബോട്ടിൽ കെപ്റ്റ് ഇൻ ഐസ് വാട്ടർ. നമ്മൾ ഐസ് വാട്ടറിലേക്ക് അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇങ്ക് ഡ്രോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ആ ഇങ്ക് ഡ്രോപ്സ് ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക്. അതായത് ഇങ്ക് മഷി താഴേക്ക് തന്നെ വരുന്നു. മുകളിൽ നിന്ന് ഉയർന്ന മഷി താഴേക്ക് വരുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇവിടെ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ? വാട്ട് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ്? വ്യാപ്തവും അതുപോലെ തന്നെ ഈ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ എന്താണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇവിടെ നമുക്ക് എന്ത് റിലേഷനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതായത് നമ്മൾ വാം വാട്ടറിൽ ചൂടുവെള്ളത്തിൽ വെച്ച സമയത്ത് എന്ത് സംഭവിച്ചു? ഇങ്ക് ഡ്രോപ്പ് മുകളിലേക്ക് പോയി. അതിനെന്താ കാരണം? ചൂടുവെള്ളത്തിൽ വെച്ച സമയത്ത് റീഫിൽ ട്യൂബിലുള്ള എയറിൻ്റെ വോളിയം എന്ത് ചെയ്തു? വോളിയം കൂടി ഇല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇങ്ക് ഡ്രോപ്പ് സുഖമായിട്ട് മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്.
ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസസിൻ്റെ വോളിയം എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസിൻ്റെ വോളിയം അതായത് വായുവിൻ്റെ വ്യാപ്തം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള ലോക്ക് പറയുന്ന പേരാണ് ചാൾസ് ലോ. എന്താണ് നിയമത്തിന് പറയുന്നത്? ചാൾസ് ലോ. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജാക്കസ് ചാൾസ് ആണ്. ഈ നിയമമാണ് ചാൾസ് നിയമം അല്ലെങ്കിൽ ചാൾസ് ലോ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ചാൾസ് ലോ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ചാൾസ് ലോ പറയുന്നത് എന്താണ്? അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, അതായത് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. അതായത് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം, വാതകത്തിൻ്റെ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് അതായത് വോളിയം, അതായത് നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം എന്തിന്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിലെ താപനിലക്ക് നേരനുപാതത്തിലായിരിക്കും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിലിൻ്റെ താപനിലക്ക് നേർ അനുപാതത്തിലായിരിക്കും. ഇവിടെ വി എന്ന് പറയുന്നത് എന്താണ്? വോളിയമാണ്. ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, വി ബൈ ടി വിൽ ബി എ കോൺസ്റ്റൻറ്റ്. വ്യാപ്തം വി എന്നും താപനില ടി എന്നും സൂചിപ്പിച്ചാൽ വി ബൈ ടി എന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഇഫ് വി ഈസ് വോളിയം ആൻഡ് ടി ഈസ് ടെമ്പറേച്ചർ ദെൻ വി ബൈ ടി വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അതായത് ഈ നിയമത്തെ പറയുന്ന പേരാണ്, ഈ ലോയ്ക്ക് പറയുന്ന പേരാണെന്ത്? ചാൾസ് ലോ. വോളിയവും ടെമ്പറേച്ചറും എപ്പോഴും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണെന്ന് പറയുന്നത്. ഏത് സമയത്തായിരിക്കണം? കോൺസ്റ്റൻറ്റ് പ്രഷറിലായിരിക്കണം. ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഇവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. The volume and temperature of a definite mass of a gas are given below. Pressure is kept constant. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന പരീക്ഷണത്തിലെ ചില നിരീക്ഷണങ്ങൾ ചുവടെ തരുന്നു. അതായത് മർദ്ദം വ്യത്യാസമില്ലാതെ നിലനിർത്തിയിരിക്കുന്നു. ഇവിടെ നമുക്ക് വോളിയവും ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. വോളിയവും ടെമ്പറേച്ചറും തന്നിട്ട് നമ്മൾ അതിൻ്റെ വി ബൈ ടി കോൺസ്റ്റൻ്റ് ഒന്ന് കണ്ടു നോക്കൂ. എല്ലാവരും ഒന്ന് ചെയ്തേ നോക്കിയേ. വോളിയം 546 546 ml ആയ സമയത്ത് ടെമ്പറേച്ചർ 273 കെൽവിനാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വി ബൈ ടി എന്തായിരിക്കും? വോളിയം എന്ന് പറഞ്ഞാൽ വ്യാപ്തം, ടെമ്പറേച്ചർ താപനില, വി ബൈ ടി 546 546/273 273, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. രണ്ടാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അതേ സംഭവം തന്നെ, ഈ പരീക്ഷണം തന്നെ നമ്മൾ വോളിയം 600 ml വന്നപ്പോൾ ടെമ്പറേച്ചർ എത്രയായിട്ട് മാറി? ടെമ്പറേച്ചർ 300 ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ വി ബൈ ടി എന്തായിരിക്കും? 600/300, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 2. ഇതെല്ലാം നിങ്ങൾ നോക്കൂ, കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരേപോലെയാണ് വരുന്നത് അല്ലേ? അതായത് വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഡെഫിനിറ്റ് മാസ് എന്തായിരിക്കും? പ്രഷർ കോൺസ്റ്റൻ്റ് ആയ സമയത്ത് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള വി ബൈ ടി എന്നത് നമുക്ക് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ 640/320, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ അടുത്ത കോളത്തിൽ എന്താ നിങ്ങൾക്ക് എന്തായിരിക്കും ഇവിടെ ആൻസർ കിട്ടുക? എങ്ങനെ നിങ്ങൾ ചെയ്യുക? വി ബൈ ടി 660/330, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരുന്നത്? 660/330, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 അല്ലേ? 2 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. വി ബൈ ടി ഈസ് എ കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ ചാൾസ് ലോയെ നമുക്ക് മാത്തമാറ്റിക്കലി ഇങ്ങനെ ഒരു എക്സ്പ്രഷനും കൂടിയുണ്ട്. V1/T1 ഈസ് ഈക്വൽ ടു V2/T2. ഇങ്ങനെ നമുക്ക് മാത്തമാറ്റിക്കലി ഗണിതപരമായിട്ട് നമുക്ക് ഇങ്ങനെയും പറയാം. ഇനി നമുക്ക് നോക്കാം, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, ചെയ്ത് നോക്കാം. ഇൻ വിച്ച് യൂണിറ്റ് ഈസ് ദ ടെമ്പറേച്ചർ സ്റ്റേറ്റഡ്? ഏത് യൂണിറ്റിലാണ് ഇവിടെ ടെമ്പറേച്ചർ, ഏത് യൂണിറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്? ഒക്കെ നിങ്ങൾ നോക്കി, കെ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന യൂണിറ്റ് ഏതാണ്? കെൽവിനാണ്. വാട്ട് ഹാപ്പൻസ് ടു ദ
വാട്ട് ഹാപ്പൻസ് ദ വോളിയം വെൻ ദ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. വോളിയം എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയത്തിന് എന്താ സംഭവിക്കുന്നത്? താപനില കൂടുമ്പോൾ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു. ദാറ്റ് ഈസ് വോളിയം ഓൾസോ ഇൻക്രീസസ്. എന്താ സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ദ വോളിയം വെൻ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് വോളിയം ഓൾസോ ഇൻക്രീസ്ഡ്. താപനില കൂടുമ്പോൾ വ്യാപ്തവും കൂടുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള നിയമമാണേത്? ചാൾസ് ലോ, അതായത് ചാൾസ് നിയമം. ഇത് നമുക്ക് നോക്കാം. സിറ്റുവേഷൻസ് റിലേറ്റഡ് ടു ചാൾസ് ലോ. ചാൾസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ സാഹചര്യങ്ങളാണ് ചാൾസ് ലോ ആയിട്ട് വരുന്നത്? ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇഫ് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ് ഇറ്റ് വിൽ ബേസ്റ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ അത് പൊട്ടുന്നു. അപ്പോൾ ഇതിന് കാരണം എന്തായിരിക്കും? വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ അത് പൊട്ടുന്നു. വെയിൽ കൊള്ളുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ, അതായത് താപനില കൂടുന്നു. താപനില കൂടുമ്പോൾ വായുവിൻ്റെ വ്യാപ്തം കൂടുന്നു. വായുവിൻ്റെ വ്യാപ്തം കൂടുമ്പോൾ ബലൂണിനുള്ളിലെ വായുവിൻ്റെ വ്യാപ്തം കൂടിക്കഴിയുമ്പോൾ ബലൂൺ എന്ത് ചെയ്യുന്നു? പൊട്ടുന്നു. എന്താണ് കാരണം? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ വോളിയം ഓഫ് ഗ്യാസ് ഇൻക്രീസസ്. അത് ടെമ്പറേച്ചർ കൂടി, അപ്പോൾ ഗ്യാസിൻ്റെ വോളിയം കൂടി. ദെൻ എന്താ സംഭവിക്കുന്നത്? ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ് ഇറ്റ് വിൽ ബേസ്റ്റ്. അപ്പോൾ അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? പൊട്ടിപ്പോകുന്നു. കാരണം വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ വോളിയം ഓഫ് ഗ്യാസ് ഓൾസോ ഇൻക്രീസസ്. അതാണ് അതിൻ്റെ റീസണായിട്ട് നമുക്ക് എഴുതേണ്ടത്. വേറൊരു സാഹചര്യം നമ്മൾ കണ്ടിരിക്കും. വേറെ സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റും. ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ് പാർക്ക്ഡ് ഇൻ സൺ ഹാവ് മോർ ചാൻസ് ടു പഞ്ചർ ആവാനുള്ള ഭയങ്കര ചാൻസ് കൂടുതലാണ്. എന്താണ്? വണ്ടികൾ, വാഹനങ്ങൾ, വെഹിക്കിൾസ് നമ്മുടെ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ വെക്കുകയാണെങ്കിൽ, കെപ്റ്റ് ഇൻ സൺലൈറ്റ്, ടയേഴ്സ് ഓഫ് വെഹിക്കിൾ പാർക്ക്ഡ് ഇൻ സൺലൈറ്റ് ഹാവ് മോർ ചാൻസ് ടു പഞ്ചർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതും ഏത് ലോ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ചാൾസ് ലോ ആണ്. അത് സണ്ണിൻ്റെ പ്രസൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ വരുന്നത്? ടെമ്പറേച്ചർ കൂടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ടയറിനുള്ളിലുള്ള ഗ്യാസിൻ്റെ വോളിയം കൂടും, വ്യാപ്തം കൂടും. അതുകൊണ്ട് ടയർ പൊട്ടാനുള്ള, പഞ്ചർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമ്മൾ പറയുന്നത്, അടുത്തത് പറയുന്നത് വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾ. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ സിലിണ്ടർ ഫിറ്റഡ് വിത്ത് എ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ഈസ് ഫിൽഡ് വിത്ത് എ ഗ്യാസ് അറ്റ് 1 atm പ്രഷർ ആൻഡ് 300 Kelvin ടെമ്പറേച്ചർ. എന്താണ്? ഒരു പിസ്റ്റൺ ഘടിപ്പിച്ച സിലിണ്ടർ ഫിറ്റഡ് വിത്ത് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ, അതായത് ഘർഷണമൊന്നുമില്ലാത്ത രഹിതമായ പിസ്റ്റൺ ഘടിപ്പിച്ച ഒരു സിലിണ്ടറിൽ 1 atm മർദ്ദത്തിലും 300 Kelvin താപനിലയിലും വാതകം നിർമ്മിച്ചിരിക്കുന്നത്. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. 1 atmospheric പ്രഷറാണ്, 300 Kelvin ടെമ്പറേച്ചറാണ്. അത് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്, മാറ്റമില്ലാതെ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യണോ? വാട്ട് ഹാപ്പൻസ് ടു ദ വോളിയം ഓഫ് ഗ്യാസ് വെൻ pressure is decreased or temperature is increased. അതായത് മർദ്ദം കുറയ്ക്കുകയോ താപനില വർദ്ധിപ്പിക്കുകയോ ചെയ്താൽ സിലിണ്ടറിനുള്ളിലെ വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്തു മാറ്റമുണ്ടാകുന്നു? വാട്ട് ഹാപ്പൻസ് ടു ദ വോളിയം ഓഫ് ഗ്യാസ്. ഗ്യാസിൻ്റെ വോളിയത്തിന് എന്ത് സംഭവിക്കുന്നു? വെൻ ഇറ്റ്സ് പ്രഷർ ഈസ് ഡിക്രീസ്ഡ് ഓർ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. പ്രഷർ കുറയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? വോളിയം എന്ത് ചെയ്യുന്നു? കൂടും, ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂട്ടിയാലോ? ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്, വോളിയം ഓൾസോ ഇൻക്രീസസ്. അപ്പം വോളിയം കൂട്ടാനുള്ള 2 മാർഗം എന്ന് പറയുന്നത്, ഒന്ന് എന്താണ്? പ്രഷർ കുറയ്ക്കുക, പ്രഷർ ഈസ് ഡിക്രീസ്ഡ്. പിന്നെ നമുക്ക് വേറൊരു മാർഗം എന്താണ്? ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുക. അതായത് വ്യാപ്തം കൂട്ടാനുള്ള 2 മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? 2 മാർഗം എന്തൊക്കെയാണ്? ഒന്ന് മർദ്ദം കുറയ്ക്കുക, അപ്പോൾ വ്യാപ്തം കൂടും. താപനില വർദ്ധിപ്പിക്കുക, താപനില വർദ്ധിപ്പിച്ചാലും എന്ത് കൂടുന്നു? വ്യാപ്തം കൂടുന്നു.
ഇനി പക്ഷേ ഇതിന് അടുത്ത ചോദ്യം ഇതാണ്, ഇഫ് ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വെക്കുക, അതായത് താപനിലയും മർദ്ദവും നമ്മൾ എന്ത് ചെയ്യുക, സ്ഥിരമാക്കി വെക്കുക, അതിനൊരു മാറ്റവും പാടില്ല, കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. ഹൗ ക്യാൻ വി ഇൻക്രീസ് ദി വോളിയം, എന്നിട്ട് നമുക്ക് വ്യാപ്തം വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, വോളിയം കൂട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ടെമ്പറേച്ചറും പ്രഷറും നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്താൽ നമുക്ക് വോളിയം ചേഞ്ച് ചെയ്യാം, പക്ഷേ ഇത് രണ്ടും അവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് വോളിയം കൂട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? സ്ഥിരമാക്കി വെച്ചുകൊണ്ട് വ്യാപ്തം വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്ത് മാർഗമാണുള്ളത്? ഫിൽ ദ സിലിണ്ടർ വിത്ത് എ ലിറ്റിൽ മോർ ഗ്യാസ്, സിലിണ്ടറിൽ കുറച്ച് വാതകം കൂടി നിറയ്ക്കുക, അതായത് ടെമ്പറേച്ചറും പ്രഷറും ഒന്നും ചേഞ്ച് ചെയ്യൊന്നും വേണ്ട, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, സിലിണ്ടറിൽ കുറച്ച് വാതകം കൂടി നിറയ്ക്കുക. ഫിൽ ദ സിലിണ്ടർ വിത്ത് എ ലിറ്റിൽ മോർ ഗ്യാസ്, സിലിണ്ടറിൽ കുറച്ച് വാതകം കൂടി നിറയ്ക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡസ് ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഇപ്പോൾ തന്മാത്രകളുടെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? എന്താ സംഭവിക്കുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താ ചെയ്യുന്നത്? കൂടുന്നു. കുറച്ചും കൂടി നമ്മൾ ഗ്യാസ് നിറച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുന്നു. വാട്ട് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ്? എന്താണ് വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിൽ എന്ത് റിലേഷനാണ് നമ്മൾ മനസ്സിലാക്കിയത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുമ്പോൾ വോളിയം കൂടുന്നു, അതായത് തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ എന്ത് കൂടുന്നു? തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ വ്യാപ്തവും കൂടുന്നു. ഇങ്ങനെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയിരിക്കുന്ന ശാസ്ത്രജ്ഞനാണ് ആര്? അവോഗാഡ്രോ. അതിനുകൊണ്ട് ഇതിനെ നമ്മൾ പറയുന്നു അവോഗാഡ്രോ നിയമം. ഇറ്റ് ഈസ് ദ ഇറ്റാലിയൻ സയൻറ്റിസ്റ്റ് അവോഗാഡ്രോ ഹു ഡിസ്കവേർഡ് ദി റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ്. ദിസ് റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് അവോഗാഡ്രോ ലോ. അതായത് അമേഡിയോ അവോഗാഡ്രോ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് എന്ത് കണ്ടുപിടിച്ചത്? അവോഗാഡ്രോ നിയമം കണ്ടുപിടിച്ചത്. അതായത് വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞനാണ് അമേഡിയോ അവോഗാഡ്രോ. ഈ അവോഗാഡ്രോ നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് അവോഗാഡ്രോ ലോ എന്ന് പറഞ്ഞത്? അവോഗാഡ്രോ ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, എന്താണ്? താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുക, കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, താപനിലയും മർദ്ദവും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. എന്താ പറയുന്നത്? ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് മോളിക്യൂൾസ്. വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. വോളിയം ഓഫ് എ ഗ്യാസ്, അതായത് ഗ്യാസിൻ്റെ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് മോളിക്യൂൾസ്. വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണലായിരിക്കും. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുമ്പോൾ വോളിയം കൂടുന്നു. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അവോഗാഡ്രോ ലോ എന്ന് പറയുന്നത്. നമുക്ക് സിറ്റുവേഷൻസ് റിലേറ്റഡ് ടു അവോഗാഡ്രോ ലോ, അവോഗാഡ്രോ ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നിതാണ് ഇൻഫ്ലേറ്റിംഗ് ഓഫ് ബലൂൺ ഊതി വീർപ്പിക്കുക. ഇൻഫ്ലേറ്റിംഗ് ഓഫ് ബലൂൺ എന്ന് പറഞ്ഞാൽ ബലൂൺ ഊതി വീർപ്പിക്കുന്ന സമയത്ത് അവിടെ ഏത് ലോ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്? അവോഗാഡ്രോ ലോ. കാരണം നമ്മൾ ഊതി ഇങ്ങനെ വീർപ്പിക്കുമ്പോൾ നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് ഇങ്ങനെ കൂടുകയാണ്, അപ്പോൾ ബലൂൺ ഇങ്ങനെ വോളിയം കൂടി വരും. ഇൻഫ്ലേറ്റിംഗ് ഓഫ് ബലൂൺ. സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫില്ലിംഗ് ഓഫ് എയർ ഇൻ ദി ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ്. അതായത് വാഹനങ്ങളുടെ ടയറുകളിൽ നമ്മൾ വായു നിറയ്ക്കുന്ന സമയത്ത്, എയർ ഫില്ല് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ലോയും ഏത് ലോ ആണ്? അവോഗാഡ്രോ ലോ. ഫില്ലിംഗ് ഓഫ് എയർ ഇൻ ദി ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ്, ദാറ്റ് ഈസ് ഓൾസോ അവോഗാഡ്രോ ലോ ഇസ് അപ്ലൈഡ്. അവിടെ അവോഗാഡ്രോ ലോ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെന്താണ് അടുത്തൊരു സിറ്റുവേഷൻ നമുക്ക് പറയാം? ഫില്ലിംഗ് ഓഫ് എയർ ഇൻ എയർ ബെഡ്, വായു നിറച്ച കിടക്കകളിൽ എയർ നിറയ്ക്കുന്നതും. ഇങ്ങനെയുള്ള ഏത് എക്സാമ്പിൾസ് വന്നാലും നിങ്ങൾക്ക് ഏത് ലോ എഴുതാൻ പറ്റും? അവോഗാഡ്രോ ലോ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും